ഇതെന്താന്നറിയാമോ നിനക്ക്? അറിയില്ല. അയ്യോ, ഇതാടി കരാട്ടെ. മറുകടകം, ഓതിരക്കടകം. ഇതറിയാവോ നിനക്ക്? ഇല്ല. അതും അറിയത്തില്ലയോ? കളരി. ഗുസ്തിയിൽ തോറ്റാൽ കരാട്ടെ, അതിലും തോറ്റാൽ കളരി. ഓ എന്റെ ഈശ്വരാ, നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ? മാത്രമല്ലടി, ഇനിയും ഉണ്ട് ധാരാളം ഐറ്റങ്ങള്. ഇവിടെ ആരുമില്ലടാ. എടാ രവിചന്ദ്ര, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ആഹാ, പൊക്കത്ത് കയറി നിൽക്കണോ? അവനിങ്ങോട്ട് ഇറക്കി വിടറി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. തങ്കപ്പൻ പോയിന്റ് വന്നിരിക്കുന്നു. അല്ലല്ല, പോയിനാ. അവനുണ്ടല്ലോ, അവൻ ഇങ്ങോട്ട് കേറി വന്നാലുണ്ടല്ലോ, അവന്റെ മരണത്തിന് ദൃക്സാക്ഷിയാകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. എന്നെ ആക്രമിക്കുന്നു. എവിടെ അയാള്? വിളിക്കങ്ങേരെ. എന്നെ ആക്രമിക്കുന്നു പറഞ്ഞാൽ നേതാവ് എവിടെ? വിളിച്ചിറക്ക്. തങ്കപ്പൻ ആക്രമണത്തെ നേരിടാൻ വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറ. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞില്ല. കള്ളം പറയണ്ട, ഞാനെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്നോടെല്ലാം രമണം പറഞ്ഞു. അവനൊരു നുണയനാ. പിന്നൊരു കാര്യം, ഇപ്പം കൂടി തങ്കപ്പേട്ടന്റെ കാര്യം പറഞ്ഞ് നാവെടുത്തതേ. എന്നെ കുറിച്ച് അയാൾ എന്താണ് പറഞ്ഞത്? തങ്കപ്പേട്ടൻ ഈ കോളനിയുടെ വിളക്കാണ്, നാടിയാണ്, നക്ഷത്രമാണ്. തങ്കപ്പേട്ടന്റെ ഭാര്യയുടെ അനിയത്തിയെ ബാലപ്പ മുതലാളി കെട്ടുമ്പോ നമുക്ക് ചെറുക്കൻ കൂട്ടരായി നിക്കണമെന്നൊക്കെ പറഞ്ഞതാണോ? എന്നിട്ട് ഞാൻ അറിഞ്ഞത് അങ്ങനെയൊന്നും അല്ലല്ലോ. ഒക്കെ അവൻ പറഞ്ഞുണ്ടാക്കുന്നതാ. ഇനിങ്ങ് വരട്ടെ, അവന്റെ തീപ്പൊട്ടിയും കൊടച്ചക്രവും ഒക്കെ ഞാൻ തച്ചുടയ്ക്കും. സോറി, എന്റെ ഒരു കാര്യമേ, ഞാൻ ഇങ്ങനെയാ കാളെ പെറ്റെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കും. സോറി പെങ്ങളെ, നേതാവിനെ എന്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണേ. പോട്ടെ പെങ്ങളെ, ഇപ്പോൾ ഒരു സംഘടന നടന്നാൽ ഒരു കാര്യമില്ല. ഒന്നും കൂടി സോറിയേ, ചമ്മിപ്പോയി. AKCPയുടെ മെമ്പർ ആയിരുന്നിട്ടും ആ ബാലപ്പൻ രവിചന്ദ്രനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യണ്ടായിരുന്നു. അവന്റെ മനസ്സിരിപ്പ് ഞാനോ AKCP ഒന്നുമല്ല, പൊന്നമ്മയുടെ അനിയത്തി മാത്രമാണ്. ഇന്നലെ വഴിയിൽ വെച്ച് കണ്ടിട്ട് കാണാത്ത രീതിയിൽ അവൻ നടന്നു കളഞ്ഞു. ബാലപ്പൻ ഇപ്പൊ പഴയ ബാലപ്പനൊന്നും അല്ല. വെറും 2-3 ദിവസം കൊണ്ട് അവൻ ആളാകെ മാറിക്കഴിഞ്ഞു. അവനെ എന്റെ കുടുംബത്തിലെ ഒരു അംഗമാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഒക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി. രവിചന്ദ്രൻ വിഷമിക്കാതെ, അവന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് ഇനിയും സമയമുണ്ട്. എങ്ങനെ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. രഹസ്യമാണോ? എന്നാ പെട്ടെന്ന് പറ. രഹസ്യം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇവളും ബഹുമെടുക്കരാ. ബാലപ്പന്റെ മനസ്സിലിരിക്കുന്നത് ഒരു മേനകയാ. അയ്യോ, അവളുടെ പേര് മേനകയെന്നല്ല, രോഹിണി. രോഹിണി ആയാലും കാർത്തികയായാലും അവള് മേനക തന്നെയാ. അല്ലെങ്കിൽ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്ന ബാലപ്പന്റെ മനസ്സ് ഇങ്ങനെ ഇളകുവോ? അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ലീലാമ്മ പറയുന്നത്? വിശ്വാമിത്രനായ ബാലപ്പന്റെ മനസ്സിളക്കിയ മേനകയെ ദേവേന്ദ്രൻ സ്വന്തമാക്കണം. അല്ല, അതിനിപ്പോ സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലയോ? എന്റെ രവീന്ദ്ര, അതിന് സ്വർഗത്തൊന്നും പോണ്ട. അതിനു പറ്റിയ ദേവേന്ദ്രൻ എന്റെ കയ്യിലുണ്ട്. അതാരാ? എന്റെ ആങ്ങളയുടെ മോൻ പോൾ മാത്യു. ഇന്നലെ ഞങ്ങളോട് പറഞ്ഞ ആളാണോ? അതെ. അതിനവൻ പെൺപിള്ളേരെ മുഖത്ത് നോക്കൂലെന്നല്ലേ പറഞ്ഞത്? പറഞ്ഞു. പക്ഷേ ഒരു അത്യാവശ്യം വന്നാ നോക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് നോക്കിക്കാന്നേ. എങ്ങനെ? അവനെ ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. പെണ്ണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കും. എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിൽ കയറി കൂടാൻ ഉപദേശിക്കും. അങ്ങനെ പോൾ മാത്യു മനസ്സിൽ കയറിയാ ബാലപ്പൻ പുറന്തള്ളപ്പെടും. അങ്ങനെ അവൻ ഇവിടെ വന്ന് രവീന്ദ്രന്റെ കാൽക്കൽ വീഴും. അങ്ങനെ ആ കോടീശ്വരൻ ഒടുവിൽ നിങ്ങൾക്ക് സ്വന്തമായി തീരും. കലക്കി. ലീലാമ്മ ഒരു അവതാരം തന്നെ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോ എനിക്കൊരു നേട്ടം വേണ്ടേ? ലീലാമ്മ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഞങ്ങള് തരാം. ബാലപ്പനെ നിങ്ങൾ സ്വന്തമാക്കുന്ന ദിവസം 5 ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് തരണം. 5 ലക്ഷം രൂപയോ? അതൊക്കെ ഞങ്ങൾ എവിടെ നിന്നുണ്ടാക്കും? ബാലപ്പന്റെ കയ്യിൽ ലോട്ടറി പണം ഉണ്ടല്ലോ, അതിൽ നിന്ന് മേടിച്ചു തരണം. അത് ഞങ്ങൾ ഏറ്റു. അല്ല, 5 ലക്ഷം അല്ല, 10 ലക്ഷം ആണെങ്കിൽ ഞങ്ങൾ തരും. എന്നാൽ ഇക്കാര്യം ഞാൻ ഏറ്റു. മോനെ പോൾ മാത്യു, നീ ഉടനെ പുറപ്പെട്ട് ഇവിടെ വരണം. ഒരു കാര്യമുണ്ടടാ, ഇവിടെ വന്നിട്ട് പറയാം. ദേ, അവൻ പുറപ്പെട്ടു കഴിഞ്ഞു.
എന്താണ് നിന്റെ പേര്? പറയാൻ മനസ്സില്ല. എന്നാ ഞാൻ പറയിച്ചിട്ടേ വിടൂ. നിക്ക്, എവിടെ പോന്ന? കൈവിട്. കണ്ടോ കണ്ടോ എന്റെ ആങ്ങളുടെ മോന്റെ കറക്കല് കണ്ടോ? അവനെന്താ ബൈക്കിട്ട് കറക്കുന്നത്? അവനെന്താ കറവക്കാരനാണോ? അത് ബൈക്കിട്ട് കറക്കലല്ല, ലക്ഷ്മണ രേഖ വരയ്ക്കുക. ആണോ? ശരിയാ, അവര് തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്ന് അടങ്ങിയിടി. നിക്ക് നിക്ക് നിക്ക്, അതാണ് അവള് പറഞ്ഞ റോമിയോ. ഇവനാ? ആ, അവൻ തന്നെ. ഒന്നും ആലോചിക്കണ്ട, ചിരട്ട അടിച്ചു പൊട്ടിച്ചേക്കാം. കൈവിട്, ഞാൻ ആള് വെച്ചതാ. അയ്യോ, പിണങ്ങിയോ? പിണങ്ങിയ സുന്ദരികളെ ഈ കിരടിന് വലിയ ഇഷ്ടമാണ്. അഭ്യാസം അയ്യോ ഒന്നും ചെയ്യരുത്, ഇതെന്റെ ആങ്ങളുടെ മോനാ. ആങ്ങളുടെ മോനെ ജവഹർ കോളനി അവന് പറ്റിയതല്ലെന്ന് പറഞ്ഞു കൊടുത്തേക്ക് ചേച്ചി. കായ് മെനക്കെടുത്താനെ കൊണ്ട് പൂരാ കിട്ടിയല്ലയോ? കുഴപ്പമില്ല. കാലമാടന്മാര് പിന്നെ രോഹിണിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഏയ്, എനിക്കൊന്നും പറ്റിയില്ല. ആശ്വാസമായി. പക്ഷേ ഇപ്പൊ ഒരാളെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ആരെ? ഈ നിൽക്കുന്ന ആ. എന്റെ റോമിയോയെ. ആ, അങ്ങനെ പറയരുത് മിസ്റ്റർ ബാലപ്പൻ, ഞങ്ങൾ ബാങ്ക് ഓഫ് സ്റ്റേറ്റിൽ സാർ, താങ്കളുടെ ലോട്ടറി ഞങ്ങൾക്ക് തരൂ, പലിശ കൂടുതൽ തരാം. ഇതെന്ത് കുഴപ്പമാണെന്ന് പറ. അതെ, എന്റെ ലോട്ടറി ഇവിടെ മാറാൻ പറ്റത്തില്ല. ഇതങ്ങ് ജർമ്മനിയിൽ നിന്ന് ഞാൻ എടുത്ത ലോട്ടറിയാണ്. ഇത് അവിടെ മാറാൻ പറ്റൂ? വാട്ടിയതും പുഴുങ്ങിയതും ഒന്നും അല്ല. അതെ, ജർമ്മനിയിൽ നിന്ന് വന്നൊരു ഗുണ്ടൻ സായിപ്പ് എനിക്ക് തന്ന ഭാഗ്യക്കുറിയാണിത്. അടുത്ത ആഴ്ച സായിപ്പ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ജർമ്മനി പോയിട്ട് വേണം ഈ ഭാഗ്യക്കുറി മാറ്റാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറരുത് ബാലപ്പൻ, ഞങ്ങൾ ഇനിയും വരും ശല്യപ്പെടുത്താൻ. ലോട്ടറിക്ക് തരാം. ഒരു ലോണിന് ചെന്ന 10-12 വർഷം നടത്തിക്കുന്ന മോന്മാരാണ് ഭാഗ്യക്കുറിക്ക് വന്നിരിക്കുന്നത്. തരാം, എല്ലാവർക്കും തരാം. വണ്ടി കടിക്കാറാ മാറേ. അല്ല സാറ് ലോട്ടറി പണം വാങ്ങിക്കാൻ എപ്പോഴാ ജർമ്മനിലേക്ക് പോകുന്നത്? ആ, മിക്കവാറും ഉടനെ തന്നെ പോണ്ടി വരും. സായിപ്പ് എനിക്കുള്ള ടിക്കറ്റായിട്ട് വണ്ടി കയറി. അയ്യോ, അപ്പൊ സായിപ്പ് മരിക്ക അയാളെ നെഞ്ചത്തോടെ കയറി എന്നല്ല പറഞ്ഞ, അയാൾ ടിക്കറ്റായിട്ട് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെന്ന്. സാർ, ഒരു സംശയം ചോദിച്ചോ? ഈ ജർമ്മനി എന്ന് പറയുന്നത് അമേരിക്കയിലാണോ? അമേരിക്ക എന്ന് പറയുന്നത് ലണ്ടനിലല്ലേ? ആഹാ. ഇത് നമ്മൾ അമേരിക്ക ഇറങ്ങിയിട്ട് ഒരു 60 കിലോമീറ്ററോളം വനത്തിലൂടെ പോണ്ടി വരും. നടന്നു പോണം. അതെന്താ അവിടെ ഓട്ടോയും ബസ്സും ഒന്നും ഇല്ലേ? കാശുള്ളവർക്കല്ലേ അത്. നമ്മുടെ കാശില്ലല്ലോ. തിരിച്ചു വരുമ്പോഴല്ലേ എന്റെ ഡോളർ ഉള്ളൂ. അല്ല സാറേ, 10-50 കിലോമീറ്റർ ഒക്കെ ജർമ്മനിയിൽ നടന്നു പോകാനുള്ളതല്ലേ? ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ സാറിന് ബോറടിക്കത്തുമില്ല. നീ പെട്ടി തുറന്നു വെച്ച് കരി ഇട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്കിട്ട് തേക്കാനാന്ന്. വേണ്ട കേട്ടാ, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. അയ്യോ, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. ഈ 1.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ 4 പോക്കറ്റ് കൊള്ളാനുള്ളതേ ഉള്ളു കേട്ടാ. ഡോളർ ആകുമ്പോ കുറച്ചുകൂടെ കുറയും. ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം കേട്ടാ. ആരാ കോടീശ്വരനെ കൊല്ലാൻ നോക്കുന്നത്? തങ്കപ്പനാ? എന്ത്? നമസ്കാരം. ഇനി നിന്നെ തെരഞ്ഞെടുക്കാൻ നമസ്കാരം, ഇനി ഒരു ഇടവും ഇല്ല. ദേ, പിന്നെ നീ തന്ന ജാതകം ഞങ്ങൾ കൊണ്ട് നോക്കി. ആണാ? എന്നിട്ട് എന്റെ പൊന്നോ, രാജയോഗമല്ലേ, പ്രശസ്തരാകുമെന്നാണ് പറയുന്നത്.
മരമണ്ടൻ. ഒരു വാരികയിൽ വന്ന മമ്മൂട്ടിയുടെ ജാതകമാണ് ഞാൻ കൊടുത്തു വിട്ടത്. അത് കൊണ്ടുപോയി നോക്കിച്ചിട്ട് വന്നിന്ന് പറയുന്നത് കണ്ടില്ലേ? എന്താ ആലോചിക്കുന്നേ? കല്യാണത്തിന്റെ ഡേറ്റ് അടിക്കട്ടെ. അല്ല, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യൂ. ബാലപ്പ ഇനി നീട്ടിക്കൊണ്ടു പോണോ? അല്ല, എന്താണെന്നറിയോ, എനിക്ക് ജർമ്മനി വരെ ഒന്ന് പോകണം. പോയിട്ട് വന്നിട്ട് നമുക്ക് ഉടനെ അതിനെക്കുറിച്ച് ആലോചിക്കാം. മാത്രമല്ല, ഈ ഡോളേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇന്ത്യൻ കറൻസി ആക്കണം. ആരാ? ദേക്കുന്നു മനുഷ്യരെ. ഓ, ആശാനോ? ഓ, രവിചന്ദ്രൻ നേതാ. എന്താ രണ്ടുപേരും കൂടെ? ബാലപ്പ, എന്താ ആശാനെ? നിന്നെ ഞാൻ AKCPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ചിരിക്കുക. അയ്യോ, അതെയോ? ഒന്നും പറയണ്ട, തീരുമാനിച്ചു. എന്നാലും ആശാനെ, ഞാൻ അതെ സത്യ ചേട്ടൻ പറഞ്ഞത്. ഞാൻ കോടീശ്വരനായി നിന്റെ ഫോട്ടോ വെച്ചാ വീട്ടിൽ വിളക്ക് തെളിക്കുന്നത്. ബാലപ്പ, കളിമണ്ണ് കുഴച്ചോണ്ടിരിക്കുകയാണ്. കളിമണ്ണ? നിന്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഉണ്ടാക്കാൻ. അതിന് കളിമണ്ണ എവിടെ? ഈ തലയിലുണ്ടല്ലോ, എടുത്തിട്ട് കുഴച്ചാ പോരെ. പ്രതിമ പറയുന്ന കേക്ക് നിങ്ങൾ. ഈ എന്റെ ഈ അനിയത്തെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഊട്ടിയിൽ ഒരു 5 സ്റ്റാർ ഫ്ലാറ്റ്. അതിന് നിനക്ക് കാശ് എവിടെ നിന്നാ? ബാലപ്പന്റെ ഉണ്ടല്ലോ. അവന്റെ കാശ് എടുത്ത് ചമ്മണം ചേർത്തല്ല. ഞാൻ തീരുമാനിക്കുന്നത്. നീ പോടാ. എന്റെ ഭാര്യയുടെ കൂട്ടത്തോടെ വന്നിരിക്കുക. എന്റെ സ്വസ്ഥതകളെ ഇനി ഇവിടെ എന്നാ ശരിയാവത്തില്ല. വണ്ടി വിട്. ആലപ്പന്റെ പുറകെ വണ്ടി വിട്. പിടിവിട്. ആലപ്പന്റെ പുറകെ വണ്ടി വിട്. ആലപ്പ സാറേ, ഒന്നുമില്ല. ഇത് പോകുന്നതുമില്ലല്ലോ. ആലപ്പ സാറേ, ആലപ്പ സാറേ, നില്ല് സാറേ. ആലപ്പ നിൽക്കാൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അതാ നിൽക്കണവൻ. നിർത്ത്, 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 നിർത്ത്. എന്റെ രവി ആശാനെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇങ്ങോട്ട് മാറി നിൽക്കണ കള്ള നേതാവേ. എന്താ? BA ലപ്പൻ സാറല്ലേ? അതെ ജർമ്മൻ ലോട്ടറി അടിച്ച കോടീശ്വരൻ. അതെ അതെ. ഞങ്ങളൊരു അനാഥാലയത്തിൽ വരിക. അവിടുത്തെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അന്നത്തിനും വസ്ത്രത്തിനുമായി എന്തെങ്കിലും സംഭാവന ചെയ്യണം. അത് പറയാനാ ഞങ്ങൾ വന്നത്. എന്റെ കർത്താവേ, അങ്ങക്കെല്ലാം അറിയാലോ. കുഞ്ഞുങ്ങളുടെ കാര്യോ, ഞാൻ ഇവരോട് കള്ളം പറയണോ? ഇനി എനിക്ക് പിടിച്ചിരിക്കാൻ വയ്യ. അതെ, എല്ലാരും ഒന്നിങ്ങ് അടുത്ത് വന്നേ. ക്ഷമയോട് കേൾക്കാമെങ്കിൽ നിങ്ങളോട് ഞാനൊരു സത്യം പറയാം. എനിക്കൊരു ലോട്ടറി അടിച്ചിട്ടില്ല എന്നാര് പറയണം? ഇപ്പൊ ഞാനാ പറയുന്ന. നിങ്ങളോട് ഞാൻ പറഞ്ഞു എനിക്ക് ലോട്ടറി അടിച്ചെന്ന്. പറഞ്ഞോന്ന്? നിങ്ങളോട് ആരാ പറഞ്ഞു എനിക്ക് ലോട്ടറി അടിച്ചെന്ന്? എന്നോട് ആരാ പറഞ്ഞു? നിങ്ങളോട് ആരാ പറഞ്ഞ? എന്നോട് പയ്യൻ. നിങ്ങളടുത്ത് ആരാ പറഞ്ഞ? എന്നോട് പയ്യനാ പറഞ്ഞത്. എന്നോട് പിന്നെ ആരും പറയാൻ നിന്നില്ല, ഞാൻ സ്വയം തീരുമാനിച്ചതാ. ആണല്ലോ, ആണല്ലോ. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ലോട്ടറി അടിച്ചെന്ന്. ഇല്ല ഇല്ല. എങ്കിൽ ഞാൻ ഒരു സത്യം പറയാം. ആ കവലയെ വെച്ച് ലോട്ടറിക്കാരന് ഞാനുമായിട്ടൊന്ന് ഉടക്കി. അവൻ എന്നെ അടിച്ചു, ഞാൻ അവനെ തിരിച്ചടിച്ചു. അത് കണ്ടോണ്ടിരുന്ന മോഹനാണ് നിങ്ങൾ ഈ പറഞ്ഞ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് ഓടിയത്. ലോട്ടറിക്കാരെ എന്നെ അടിച്ചെന്നാണ് അവൻ വിളിച്ചോണ്ട് ഓടിയത്. അല്ലാതെ എനിക്ക് ഒരു ലോട്ടറി അടിച്ചിട്ടില്ല. ഇതാ നോക്ക്, ലോട്ടറിക്കാരെ എന്നെ അടിച്ചാണ്, ചൂടായിട്ട് ഇടിച്ചാണ്. ഈ അടിയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എന്തിനാണ് ഈ വേഷം കിട്ടിയത്? അത് പിന്നെ ആഗ്രഹമല്ലേ ആശാനെ. എല്ലാരും കൂടെ പെട്ടെന്ന് കോടീശ്വരനെന്ന് വിളിച്ചപ്പോ 2 ദിവസമെങ്കിൽ 2 ദിവസം ഞാനും അതങ്ങ് ആസ്വദിക്കുകയായിരുന്നു. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ കോടീശ്വരനാവണ്ട എനിക്ക് ആ പഴയ ബാലപ്പനായി നിങ്ങളോടൊപ്പം ഈ കോളനി കഴിഞ്ഞാൽ മതി. അനാഥനായ എനിക്ക് ഈശ്വരൻ തന്ന ബമ്പർ ലോട്ടറി അത്. അല്ലാതെ എല്ലാരും എന്നോട് ക്ഷമിക്കണം.
സംസ്ഥാനത്ത് വീണ്ടും ആഭ്യന്തര പ്രശ്നം. എന്റെ ദൈവമേ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാടിന്റെ ഗതി എന്തായിരിക്കും? ഇനി ടൂറിസം കാലം. സംസ്ഥാന സർക്കാരിന്റെ വിനോദസഞ്ചാര വാരാഘോഷത്തിന്റെ ഭാഗമായി കോവളത്ത് കേരളോത്സവം അരങ്ങേറി. വിദേശികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. എന്നാൽ ഇത്തവണ സീസൺ ആരംഭിച്ചതോടെ പ്രതീക്ഷിച്ചതിൽ കൂടുതലായെത്തിയ സഞ്ചാരികൾക്ക് ആവശ്യമായ താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിൽ സംഘാടകരുടെ ഭാഗത്തു നിന്നും വീഴ്ച വന്നിരിക്കുന്നതായി ആരോപണമുയർന്നു. ഇത് കൊള്ളാമല്ലോ, ഐഡിയ. കുറച്ച് സായിപ്പന്മാരെയും മദാമ്മമാരെയും ഈ വീട്ടിൽ കൂട്ടിക്കൊണ്ടൊന്ന് താമസിപ്പിച്ചാലോ? സായിപ്പും മദാമ്മയും പോകുമ്പോ ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ടിപ്പ് കിട്ടും. ഈശ്വര, രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണല്ലോ രാവിലെ പത്രമായിട്ട് നീ എന്റെ മുമ്പിൽ അവതരിച്ചത്. എടി പൊന്നു, നീ അവിടെ നിൽക്കാതെ താഴോട്ടിറങ്ങി വാടി. എന്താ തങ്കപ്പേട്ടാ? വരുന്നു. എടി പൊന്നമ്മേ, നീ ഒന്നും ഇങ്ങോട്ടിറങ്ങി വാടി. വരുന്നു. ഒന്നും ഇങ്ങോട്ടിറങ്ങി വാടി. എന്റെ ദൈവമേ. എന്താ? എടി പൊന്നു, നമ്മൾ രക്ഷപ്പെട്ടടി, രക്ഷപ്പെട്ട്. എങ്ങനെ? എന്താ ആഘോഷം, മനുഷ്യ പറയുന്നേ? ആഘോഷം, ആഘോഷം. എന്താ ആഘോഷം? എന്താഘോഷമല്ല, ടൂറിസം വാരാഘോഷം. എവിടെ? കോവളത്ത്. നിങ്ങൾക്ക് എന്താ വട്ടു പിടിച്ചോ? കോവളത്ത് ആഘോഷം നടക്കുന്നതിന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നേ? എടി, അതൊക്കെ പറയാ, നീ ഇരിക്കി. ഇരിക്കടി. നീ ശ്രദ്ധിച്ചു കേൾക്കണം. 1 മണിക്കൂർ താമസിക്കുന്നതിന് 100 രൂപ. അങ്ങനെയെങ്കിൽ 24 മണിക്കൂർ ഇൻറ്റു 100, 2200 രൂപ ഒരു ദിവസം. 2400. 2400 രൂപ ഒരു ദിവസം. കൊടുപ്പിച്ചോ? പിന്നെ ടിപ്പ്. സന്തോഷം വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് 2 ലക്ഷം രൂപയെങ്കിലും തരും. അതാണ് വിദേശികളുടെ പതിവ്. തെളിച്ചു പറ തങ്കൂട്ടാ. നമ്മൾ ഈ വീട്ടിലേക്ക് സായിപ്പിനെയും മദാമേനെയും കൊണ്ടുവരുന്നു, ഇവിടെ താമസിപ്പിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. വാരാഘോഷം തീരുമ്പോൾ നമ്മൾ ലക്ഷപ്രഭുക്കൾ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കും, നടത്തും, അല്ലെങ്കിൽ നടത്തിയിരിക്കും. ഈ തങ്കപ്പൻ ഒരു തവണ നിലച്ചാൽ അത് 100 തവണ നിലച്ച മാതിരി. അതിന് സായിപ്പിനെ മദാമ എവിടുന്ന് സംഘടിപ്പിക്കും? അതാണ് ഇനി എന്റെ ലക്ഷ്യം. നല്ല അണമുറ്റിയ 2 സായിപ്പിനെ മദാമിനെ ഞാൻ സംഘടിപ്പിക്കും. നല്ല ഹൈറ്റും വെയിറ്റും ക്യാഷുമുള്ള ഒരു സായിപ്പിനെ മദാമയും. ക്യാഷ് ഉള്ളതാണോ നമ്മൾ എങ്ങനെ അറിയാനാ? നമുക്ക് ഇംഗ്ലണ്ടിലെ സായിപ്പിനെ കൊണ്ടുവന്നാലോ? ഇംഗ്ലണ്ടിലൊന്നും ഇപ്പം വേണ്ട. cash ഇല്ല. ലണ്ടൻ. രണ്ടും ഒന്ന് തന്നെയല്ലേ? 2 കൂട്ടരും ഒന്നാണല്ലേ? എന്തോ ഒരു കാര്യം ചെയ്യാം. ആഫ്രിക്ക. ആഫ്രിക്കയിൽ ഇവിടുന്ന് സായിപ്പ്? സായിപ്പില്ലേ? എന്നാൽ എത്യോപ്യ, അമേരിക്ക, യൂറോപ്പ്, ജപ്പാൻ, കാനഡ, ചൈന, കൊല്ലം, കുത്താട്ടോളം. ഇല്ല, എവിടെ നിന്നാണെങ്കിലും ഞാൻ 2 തക്കടമുണ്ട് സായിപ്പിനെ കൊണ്ട് ഇങ്ങോട്ട് വരൂ. ഞാൻ ഇപ്പോൾ തന്നെ കോവളത്തേക്ക് പോവുകയാണ്. എവിടെ സായിപ്പ് മദാമേ? ഈശ്വര, ബാലപ്പന് ലോട്ടറി അടിച്ച പോലെ ആവോ അവസാനം? എടി രാധേ, രാധമ്മേ, എന്താ? നീ ഇന്നു മുതൽ രാധയല്ല, പിന്നെ സാനിയ ബുൾസായി. അപ്പൊ നിങ്ങളോ? റൊണാൾഡോ. എന്തോന്ന്? റൊണാൾഡോ. അയ്യേ, റൊണാൾഡോ ചീഞ്ഞോ? ആ, അതാ നിങ്ങൾക്ക് പറ്റിയ പേര്. ഓ, ചീഞ്ഞെങ്കിൽ ചീഞ്ഞു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആർക്കും സംശയം ഉണ്ടാകാത്ത രീതി വേണം പെരുമാറാൻ. ഞാൻ ആകെ ഒരു വാക്കേ പറയൂ, എന്തോന്ന്? എടി എനിക്ക് ആകെ അതേ അറിയൂ. നീ പണ്ട് ക്ലാസ്സിൽ ബെഞ്ചൊന്നും വീണിട്ടുള്ളതല്ലേ? അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ നിനക്ക് അറിയാമല്ലോ. കൈകാര്യം ചെയ്തോണം. അത് ഞാൻ ഏറ്റെന്നേ. എന്റെ അടി ഒന്ന് വലിയ നടക്കടി. ഉച്ചക്ക് മുമ്പ് കോവളത്ത് ചെന്നാൽ ആ സായിപ്പുമാരുടെ കൂട്ടുന്ന് പലതും ഒപ്പിക്കാം. എന്റെ തലയില് വിഗ് ഇളകുന്നുണ്ടോന്നൊരു സംശയം. അത് ഇളകാതിരിക്കുന്ന എങ്ങനാ? നല്ല വണ്ണമുള്ള സ്ത്രീയുടെ വിഗ് അല്ലായിരുന്നോ? അത് അടിച്ചു മാറ്റി നിന്റെ തല ഫിറ്റ് ചെയ്തല്ലേ. പിന്നെ വിഗ് ഇളകിയാലും നീ ഇളകായിരുന്നാ മതി. വല്ല കുഴപ്പമുണ്ടാവോ മാധവേട്ടാ? എനിക്ക് ആകെ പേടിയാവും. എടി, അവിടെ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. നീയായിട്ട് കുഴപ്പം ഉണ്ടാക്കാതിരുന്നാ മതി. ഇയാളുടെ കൂടെ കൂടിയ പിന്നെ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം വേഷം കെട്ടണം എന്റെ ദൈവമേ. കെട്ടണോടി, കെട്ടണം. എന്ത് ചെയ്യാം, ഞാനൊരു പാവം കലാകാരനായി പോയില്ലേ. എന്തോന്ന് കലാപരിപാടി? ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളുടെ കലാപരിപാടി? ദേ, മിണ്ടാവും നടന്നോണം, ഇല്ലെങ്കി എനിക്ക് ബാധ കേറുവേ.